നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ എപ്പിസോഡിൽ പറയുവാൻ പോകുന്ന വിഷയം, വേടൻ ഇത്രമാത്രം ആഘോഷിക്കപ്പെടണമോ? വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. വേടൻ ഇത്രമാത്രം ആഘോഷിക്കപ്പെടണമോ? നമുക്കറിയാം, കുറച്ചു കാലമായി വേടൻ എന്ന റാപ്പ് ഗായകനും അവൻ്റെ റാപ്പ് പാട്ടുകളും ഒരു തരംഗമായി കേരളക്കരയിൽ നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ കേരളക്കരയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. വേടൻ്റെ പരിപാടി നടക്കുന്നിടത്തെല്ലാം വൻ ജനാവലിയും പോലീസും ലാത്തിചാർജുമൊക്കെയാണ്. കഞ്ചാവ് കൈവശം വെച്ചതിനും പുലിനഖ കഴുത്തിലിട്ടതിനുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നതോടെ വേടൻ്റെ പോപ്പുലാരിറ്റി ഏറെയായി. സത്യത്തിൽ വേടൻ ഇത്രമാത്രം ആഘോഷിക്കപ്പെടണമോ? കഞ്ചാവും കള്ളുമടിച്ച് പേക്കൂത്ത് നടന്ന ഒരുവനെ ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നത് അഭ്യസ്ത വിദ്യരെന്ന് അറിയപ്പെടുന്ന മലയാളികൾക്ക് വളരെ ലജ്ജാകരമാണ്. മുമ്പ് തൊപ്പി എന്ന പേരിൽ ഒരുത്തൻ യൂട്യൂബിലൂടെ ഫുൾ അശ്ലീലം മാത്രം പറഞ്ഞ യുവജനങ്ങളെ കയ്യിലെടുത്തിരുന്നു. തൊപ്പി ചെല്ലുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടമായിരുന്നു താനും. ഇപ്പോൾ തൊപ്പിയുടെ അവസ്ഥ എന്ത്? ദലിതൻ എന്നൊരു തുറുപ്പ് ചീട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്നും ആകാവുന്ന അവസ്ഥ വന്നിരിക്കുന്നു. കഞ്ചാവ് കൈവശം വെച്ചതും പുലിനഖം കഴുത്തിലിട്ടതുമൊക്കെ അത്ര നിസ്സാരമായ കേസല്ല. നിയമവ്യവസ്ഥയിൽ വളരെ കുറ്റകരമായ നല്ല ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് അത്. എന്നിട്ടും വേടൻ പുഷ്പം പോലെ ഊരിപ്പോരുകയാണ്. ഒരു നടിയെക്കുറിച്ച്, അവരുടെ ശരീരഭാഗത്തെക്കുറിച്ച് നിസ്സാരമായ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ ആഴ്ചകളോളം അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട നിയമവ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്തിന്? ഏറെ പോപ്പുലാരിറ്റിയുള്ള വിനായകൻ എന്ന നടൻ ലഹരി അടിച്ച് എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ടും വിനായകൻ എല്ലാ കേസിൽ നിന്നും പുഷ്പം പോലെ ഊരിപ്പോരുന്നു. എല്ലാം ദലിതൻ എന്ന പേരിൻ്റെ ഒരു ബലത്തിൽ മാത്രം. നക്സലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് വേടൻ്റെ പാട്ടുകൾ. യുവാക്കളുടെ ഇടയിൽ അക്രമവാസന വളർത്തുവാൻ വേടൻ്റെ പാട്ടുകൾ വളരെ പ്രേരകമാകും. ഞാൻ പാണല്ല പറയാനല്ല, നീയൊരു മയർന്നുമല്ല എന്ന് നിയമവ്യവസ്ഥയെ നോക്കി വേടൻ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സത്യത്തിൽ ആസ്വദിച്ച് കാണുവാൻ പറ്റുന്ന എന്ത് തേങ്ങയാണ് വേടൻ്റെ പാട്ടിലുള്ളത്? കുറേ ആക്രോശങ്ങളും അലറിവിളികളും മാത്രം. അതെങ്ങനെ കവിതയാവും അല്ലെങ്കിൽ പാട്ടാവും? പണ്ട് നമ്മുടെ കലാവൻ മണിച്ചേട്ടൻ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. ആട്ടവും പാട്ടും രസകരമായ തമാശകളുമൊക്കെയായി. എത്ര മനോഹരമായിരുന്നു അത്! വേടൻ്റെ പരിപാടികൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതിൽ പ്രകോപനപരമായ കാര്യങ്ങൾ മാത്രം. വേടൻ്റെ പരിപാടികൾ സമൂഹത്തോടുള്ള പരസ്യമായ വെല്ലുവിളികളാണ്. എന്തിന്? വേടൻ്റെ പരിപാടി കാണുവാനെത്തുന്ന അനിയന്ത്രിതമായ ആൾക്കൂട്ടം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് നാം കാണുന്നതല്ലേ. വേടൻ്റെ പരിപാടിക്ക് തടയിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ
ഭരണകൂടത്തെ തന്നെ വലിച്ചെടുക്കുക തന്നെ ചെയ്യും. ചിന്തിക്കൂ, ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഓക്കെ, നിർത്തുന്നു. നന്ദി, നമസ്കാരം.